പ്രൈസ് ലോർഡ്. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ പ്രഭാത ചിന്തയുടെ നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തന പുസ്തകം 42-ന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: മാൻ നീർത്തോടിനരിച്ചിടാൻ കാംക്ഷിക്കുന്ന യഹോവേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. നമുക്കറിയാം, ഇത് കോരഹ് പുത്രന്മാർ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. കോരഹ് ആരാണ്? കോരഹ് പുത്രന്മാർ ആരാണ്? അവരുടെ പേരെന്താണ്? നമുക്ക് നോക്കാം. കോരഹിൻ്റെ പുത്രന്മാരാണ് അസൂർ, എൽക്കാന, അബിയാസാവ്. ഈ കോരഹിനെ കുറിച്ച് നാം അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കണം. 16-ന്റെ 1 ഇങ്ങനെ പറയുന്നത്: എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസഹാരിൻ്റെ മകൻ കോരഹ് രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പേലേത്തിൻ്റെ മകനായ ഓർ എന്നിവർ. ആമേൻ. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ കോരഹ് തൻ്റെ കൂട്ടുകാർ, അവർ 250 പേര് അടങ്ങുന്നവരെ കൂട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുത്തു. അതായത് പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചുള്ള സംസാരങ്ങൾ, ആ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. അവർക്ക് എതിരായി നിന്നത്. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് അഹരോനെയും കുടുംബത്തെയും ദൈവം വിളിച്ച് വേർതിരിച്ചു. ലേവി ഗോത്രമാണ് മോശയും അഹരോനും. ലേവി ഗോത്രമാണ് മോശയും അഹരോനും. ജ്യേഷ്ഠ സഹോദരനും മോശ ഇളയതും അഹരോൻ മൂത്തതുമാണ്. അപ്പോൾ അവരെയാണ് ദൈവം ശുശ്രൂഷകൾക്കായിട്ട് വിളിച്ച് വേർതിരിച്ചത്. അഹരോൻ്റെ കൂടെ അഹരോൻ്റെ തലമുറകളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഈ കോരഹും തൻ്റെ കൂട്ടുകാരും ചേർന്ന് ഇവർക്കെതിരായി സംസാരിച്ചപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുവാനിടയായി. എന്നിട്ട് മോശ ദൈവത്തോട് പറഞ്ഞു, എല്ലാവരും തീയിറങ്ങിയൊക്കെ നശിപ്പിക്കും. ഇത് അങ്ങനെയല്ല. ഇത് ദൈവത്തിൽ നിന്നുള്ള കോപമെന്ന് അറിയുവാണ്ട് ഒരു പ്രത്യേകമായ രീതിയിൽ കർത്താവെ നിന്റെ ഹിതം നിറവേറണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, മോശയുടെ ആ പ്രാർത്ഥനയിൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? കോരഹും അബീരാം, ദാദാൻ ഇവരുടെ ഭവനങ്ങൾക്കരികെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയും ഇവർ നിന്ന സ്ഥലം പിളർന്ന് ഇവരെല്ലാം ആ ഭവനത്തോടെ അടിയിൽ പോയി ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിയെന്ന് കാണുവാനിടയെ. എന്നിട്ട് ഭൂമി മൂടുകയും ചെയ്തു. ആ രീതിയിൽ മരണപ്പെട്ടു. ഇത് കണ്ടു നിന്ന കോരഹിൻ്റെ പുത്രന്മാർക്ക് ദൈവത്തോട് ഭയമുണ്ടായി. ഹല്ലേലൂയ! അവർ ദൈവത്തിൽ ഭയപ്പെട്ടു. എൻ്റെ പിതാവ് ചെയ്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ആമേൻ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വാക്യം പറയുന്നത്? മാൻ നീർത്തോടുകളിൽ ചെല്ലുവാൻ കാംക്ഷിക്കുന്ന യഹോവേ, എൻ്റെ ആത്മ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്ന പറയുകയാണ്. ഒരു മാൻ വനത്തിൽ നിന്ന് കിടക്കുന്ന ഒരു മാന്, അതിന് വെള്ളം കിട്ടാതെ വെള്ളത്തിന് ദാഹിച്ച് അത്യാർത്തിയോടെ അതിങ്ങനെ നീരുറവുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ അത് നീരുറവ കാണുമ്പോൾ അത് കണ്ടു കിട്ടിയാൽ അത് പെട്ടെന്ന് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധ 4 സൈഡിൽ ചുറ്റിലുമുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? വന്യമൃഗങ്ങൾ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുമോ? ആ ഭയത്തിലും ആ തിടുക്കത്തിലുമാണ് ആമേൻ ഹല്ലേലൂയ ആ മാൻ ഏറ്റവും പാവപ്പെട്ടൊരു മൃഗമാണല്ലോ മാൻ. അത് വെള്ളം കുടിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ അതെന്താണ്? അപ്പം അത് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് ഓടുന്നത് പോലെ എനിക്കും ദൈവത്തോട് ചേരുവാൻ ആകാംക്ഷ എന്നാണ് കോരഹിൻ്റെ പുത്രന്മാർ പറയുന്നത്. അതായത് അവരത്രത്തോളം ഭയപ്പെട്ടു പോയി. പിതാവും തൻ്റെ കൂട്ടുകാരും അവരുടെ സകലതും ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിയിട്ട് അത് മൂടിയപ്പോൾ അവരേറ്റവും ഭയപ്പെട്ടു. ദൈവമേ, ഞങ്ങൾക്കും അങ്ങനെ സംഭവിക്കുമോ എന്ന് അങ്ങനെ ഭയപ്പെട്ട തൻ്റെ മക്കൾ കോരഹിൻ്റെ പുത്രന്മാർ മൂവരും ഈ സങ്കീർത്തനങ്ങൾ എഴുതുവാനിടയെ 10 സങ്കീർത്തനത്തോളം ഇതിൽ എഴുതിയിട്ടുണ്ട്. അവർ 150 സങ്കീർത്തനം, 10 സങ്കീർത്തനം കോരഹിൻ്റെ പുത്രന്മാരാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു മാൻ നീർത്തോട് ചെല്ലുന്നത് പോലെ അവർ ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുന്നതാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയ മക്കളെ, ഇന്ന് നമ്മൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? ഈ ലോകമെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേരുമല്ലോ. ആമേൻ ഹല്ലേലൂയ! നാം ഒന്നും തന്നെ കൊണ്ടുപോകത്തില്ല. ആ ആത്മാവ്, ദൈവം തന്ന ആത്മാവ് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേരത്തുള്ളൂ. നമ്മുടെ ശരീരം മണ്ണിൽ നിന്നെടുത്തുള്ള മണ്ണിലേക്ക് തിരികെ ചേരും.
ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നാം ജീവനോടെ ഇരിക്കുമ്പോൾ നാം മറ്റുള്ളവരെ സഹായിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മുടെ ശത്രുക്കളെ നാം സ്നേഹിക്കണം. കർത്താവ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കണം. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ് പ്രിയ സഹോദരങ്ങളെ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ആ സ്നേഹത്തിൽ നാം ഹല്ലേലൂയ, ആ സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ആ മൂത്ത മകൻ പറഞ്ഞു, അപ്പാ എനിക്കുള്ള ഓഹരി തന്നേക്ക്, ഞാൻ പൊയ്ക്കൊള്ളാമെന്ന്. അങ്ങനെ ഇളയ മകൻ, അങ്ങനെ മൂത്ത മകൻ അപ്പനൊപ്പം കൃഷിക്കാരനായി നന്നായിട്ട് കുടുംബത്തെ നോക്കി പിതാവിനെ നോക്കി ജീവിക്കുന്നു. എന്നാൽ ഇളയ മകൻ പറഞ്ഞ്, എനിക്കുള്ള ഓഹരിയെ നീ തന്നേക്ക്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യട്ടെ, ഞാൻ പോയി ജീവിച്ചോട്ടെ പറഞ്ഞു. പിതാവ് ഒന്നും പറഞ്ഞില്ല. പിതാവ് അവനുള്ള ഓഹരിയെ കൊടുത്തു വിട്ടു. എന്നാൽ ആ മകൻ പോയി ദൂർത്തടിച്ച് ദൈവഹിതമല്ലാത്ത വഴിയിലൊക്കെ നടന്നു. അവസാനം പന്നികളെ നോക്കുന്നിടത്ത് ചെല്ലുവാനിടയായി. അവിടെ ചെന്ന് എന്തിനെന്നറിയാമോ? പന്നിക്ക് കൊടുക്കുന്ന വാളവിരിയെങ്കിലും കഴിക്കാമല്ലോ എന്നോർത്തിട്ട് അത്രയ്ക്ക് വിശന്ന മകനായിട്ട് അവൻ അലഞ്ഞു തിരിഞ്ഞു. വസ്ത്രമെല്ലാം കീറി. ഹല്ലേലൂയ. സഹായിപ്പാൻ ആരുമില്ല. സാമ്പത്തികം മൊത്തം കയ്യിലുണ്ടായിരുന്ന എല്ലാം നശിപ്പിച്ചു. അത് തീരുന്നത് വരെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ കയ്യിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടപ്പോൾ ആരും കൂടെയില്ല. അപ്പോൾ ഹല്ലേലൂയ, പന്നികളെ വളർത്തുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനെന്നറിയാമോ? ആ പന്നിക്ക് കൊടുക്കുന്ന വാളവിരെയെങ്കിലും തിന്ന് ജീവിക്കാമെന്നോർത്ത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അതുപോലും ആ മകന് ലഭിച്ചില്ല. അപ്പോൾ ആ മകൻ തിരിഞ്ഞു ചിന്തിക്കുവാനിടയായി, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ ജോലി ചെയ്യുന്നു, അവരെല്ലാം ഭക്ഷിച്ച് ബാക്കി വയ്ക്കുന്നു, എന്നാൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിലായെന്ന്. അപ്പോൾ പിതാവ് എന്നെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു ദാസനായി, ഒരു മകനെന്ന നിലയ്ക്ക് എനിക്ക് യോഗ്യതയില്ലല്ലോ. ഒരു ദാസനായിട്ട് അവിടെ ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ മടങ്ങിച്ചെല്ലുകയാണ്. മടങ്ങിച്ചെല്ലുമ്പോൾ ആ പിതാവ് കണ്ടിട്ട് ഓടി വന്ന് തൻ്റെ മകനെ മുത്തം വെച്ചു. ഹല്ലേലൂയ. പ്രിയമക്കളെ, ആ മകൻ വിചാരിച്ചു, എൻ്റെ പിതാവ് ഇനി എന്നെ ചേർക്കത്തില്ല, ഞാൻ സകലതും വാങ്ങിപ്പോയവനാണ്, ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ വരികയാണ്. എന്നാൽ ആ പിതാവിൻ്റെ സ്നേഹം എത്രമാത്രമാണ്! ആ മകനെ കണ്ടപ്പോൾ പിതാവ് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പുണർന്ന് പുതിയ ചെരുപ്പ് കാലിൽ ഇട്ടു. പുതിയ മോതിരം കൊടുത്തു, വസ്ത്രം കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞെന്നറിയാമോ? ദാസന്മാരോട് പറഞ്ഞു, ഏറ്റവും നല്ല കാളക്കുട്ടി അറുത്ത് എല്ലാവരും വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ്. അത്രത്തോളം സ്നേഹിക്കുന്നൊരു പിതാവ്. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നാം പാപികളായിരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവം നമ്മെ സ്നേഹിച്ചു. കർത്താവ് ക്രൂശിന്മേൽ കയറിയത്, ആ 3 ആണികളിൽ തൂക്കപ്പെട്ടത് ഹല്ലേലൂയ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപത്തെ, ശാപത്തെ, രോഗത്തെ വഹിക്കുവാൻ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. ആ കർത്താവ് 3 ആണികളിൽ തൂങ്ങുവാൻ ഇടയായി. അപ്പോൾ എല്ലാവരും പറയും, യേശുവിനെ കൊന്നതല്ല, ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്തിനെന്നറിയാമോ? ഇനി ഒരു യാഗമില്ല, ഒരേ ഒരു യാഗം ഇനി കർത്താവ് യേശു ക്രിസ്തുവിയുടെ മാത്രമേ നമ്മുടെ പാപ പരിഹാരത്തിലുള്ള യാഗമുള്ളെന്നറിഞ്ഞുകൊണ്ട് ആ പിതാവ് നമുക്ക് വേണ്ടി പരമയാഗമായി. പ്രിയ സഹോദരങ്ങളെ, ഈ രാവിലെ കാലം നിങ്ങൾ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ, കുറവുകൾ ദൈവകരത്തിൽ ഏൽപ്പിക്കണം. നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, നല്ലൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളായിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കണം. പാരൻസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. നിങ്ങൾ ഇത്രത്തോളം വളർത്തിയെടുക്കുവാൻ ആ പാരൻസ് അനുഭവിച്ച വേദനകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് നല്ല മക്കളായി, അനുസരണയുള്ളവരായി, സമൂഹത്തിന് അനുഗ്രഹമുള്ള മക്കളായി, നമ്മുടെ അയൽക്കാർക്ക് അനുഗ്രഹം, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി അവനവനത്തിന് നല്ല വ്യക്തിത്വത്തിൽ ജീവിക്കുവാൻ, അവർ നല്ല പേഴ്സണാലിറ്റി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കും പറഞ്ഞതുപോലെ മാൻ നീർത്തോട് ചെല്ലുവാൻ കാംക്ഷില്ല, യഹോവേ എൻ്റെ ആത്മ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്ന ആ ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലാം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഒരു നാളും കൈവിട്ട് ഉപേക്ഷിക്കുമല്ല. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്തട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം ശ്രവിച്ച ഓരോ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹയർ സ്റ്റഡി കടന്നുവേണ്ട കുഞ്ഞുങ്ങൾ കടന്നു പോകട്ടെ. ഉപജീവനമില്ലാത്ത ഉപജീവനം ലഭിക്കട്ടെ കർത്താവേ. വിദേശത്തേക്ക് ഉപജീവനം കടന്നു പോകാൻ തന്നെ മക്കളെ സഹായിക്കണമേ. സാമ്പത്തികമില്ലാത്ത സാമ്പത്തികം നൽകണമേ. പ്രത്യേകമായി രോഗികളായി ഭാരപ്പെടുന്ന ഓരോരുത്തരെയും സ്വർഗ്ഗം സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ അടിപ്പിലുള്ള സൗഖ്യം വരുവാൻ പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.